ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പം ഞാനിപ്പോൾ റെഡി ആയിട്ടിരിക്കുന്ന അങ്ങട്ടേൽ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങട്ടേൽ ഹർഷീച്ചിൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് രാവിലെ. അപ്പം ഞാൻ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ തന്നെ കഴിച്ചു. ഇനി അപ്പുറം പോയിട്ട് ലഞ്ച് കഴിക്കണം. ഇവിടുത്തെ എല്ലാവരും അങ്ങോട്ടെല്ലാം ഉള്ള. ഇനി നമുക്കും അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ അപ്പുറം കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. കണ്ടോ കാണുന്നുണ്ടോ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. എൻ്റെ അച്ഛനെ കണ്ടാടുന്നു ഭക്ഷണം വിളമ്പുന്നു. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ എന്താ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞ് തിരിച്ചു വരിക. പിന്നെ രാത്രിയത്തെ ഫംഗ്ഷന് വേണ്ടി റെഡിയാവുക. അപ്പം അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പുതിയ ഡ്രസ്സാണ്, അതൊന്നും ഞാനിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിരുന്ന്. ലഞ്ച് നമുക്കുള്ളത് ചിക്കൻ പാർട്സും തെരണ്ടിക്കറിയാണ്. നമുക്ക് ഇങ്ങോട്ടെല്ലാം അങ്ങനെയാട്ടാ. അപ്പം ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് രാവിലത്തെ. പിന്നെ വൈകിട്ടായപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്നു. ഈവനിങ് ഫംഗ്ഷന് വേണ്ടി റെഡി ആവണ്ടേ അതിന്. അപ്പം ആ സമയത്ത് അപ്പുറം പുടവക്കാർ വന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തതാണത്. ഞാൻ ഈ പറയുന്ന അപ്പുറം പുടവക്കാർ വന്നു എന്നാണ്. ഇനി ഞാൻ പോയി മാറ്റട്ടെ. ഹലോ, അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും മൂത്തെല്ലാം അങ്ങോട്ടേക്ക് പോയി. ഇനി ഞാനും അമ്മയും കൂടിയേ പോകാനുള്ളൂ. ഞാൻ എങ്ങനെ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കുന്ന ആലോചിക്കുന്നത്. കാരണം ഞാൻ കുറച്ച് ഓക്കോടെ ആൾക്കാരെ കൂടി ഇങ്ങനെ ഫോണിൽ പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആരെന്താ വിചാരിക്കാനല്ലേ ഞാൻ വിചാരിക്കും. എന്തായാലും ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെക്കും. ഇപ്പം നാളെയും കൂടി ഉണ്ടല്ലോ കല്യാണം. അപ്പം എന്തായാലും ഇപ്പം അങ്ങോട്ടേക്ക് പോട്ടെ. ടാറ്റാ. അങ്ങനെ നമ്മൾ അവിടെ എത്തി എന്നൊന്നും പറയാനില്ലല്ലോ. ഞാൻ സാധാരണ അങ്ങനെയാണെന്ന് പറയില്ലേ. തൊട്ടിപ്പുറം തന്നെയാണല്ലോ. എന്നപ്പുറം ചടിഞ്ഞ് ഞാൻ അവിടെ എത്തും. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് എന്നൊന്നും പറയാനില്ല, നമ്മൾ 2-3 ആൾക്കാരേ ഉള്ളൂ. നമ്മൾ അവിടെ എത്തിയപാടെ നേരെ മേലെ ബാൽക്കണിയിലേക്ക് പോയി. കാരണം ആടെ ഇരുന്നാൽ വരുന്ന ആൾക്കാരെയും പോകുന്ന ആൾക്കാരെയും എല്ലാവരെയും കാണാൻ പറ്റും, സ്റ്റേജും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ തന്നെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം എല്ലാം താഴേക്ക് ഇറങ്ങിയാണ്. കാരണം താഴെയുള്ള ആൾക്കാരെയും കാണണമല്ലോ. ഇത് ഗോപു എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഇവിടെ ഒരു വെളിച്ചമില്ലല്ലോ, ഈ കണ്ണാടിയിൽ വെളിച്ചം. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ചെക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സമയം പുറത്ത് പോയിക്കാം. അങ്ങനെ അവർ ഫോട്ടോഷൂട്ടെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വർത്താനെല്ലാം പറഞ്ഞ് കുറേ സമയം അങ്ങനെ പോയി. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് ബിരിയാണിയും പിന്നെ വേറെ എന്തെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും മാത്രം എടുത്തത്. നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് എയ്തും പ്രിയും എല്ലാം വന്നത്. അവരെത്താൻ കുറച്ച് ലേറ്റായിനേനു. അങ്ങനെ നമ്മൾ ഭക്ഷണവും കഴിച്ച് പിന്നെ കോൺ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ കോൺ ഐസ്ക്രീമും കഴിച്ച് പിന്നെ അങ്ങോട്ടേക്ക് ഗാനമേളയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഗാനമേളയും കേട്ട് അവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. ഇത് കൃഷ്ണേന്ദു, ഹായ് പറയും. പിന്നെ കുറച്ച് സമയം അകത്തിരുന്ന് പിന്നെ പുറത്തിരുന്ന്. നമ്മൾ വിചാരിക്കും ഗാനമേള ഇപ്പം തീരുന്നു. പക്ഷേ ഗാനമേള തീരുന്നില്ലേനു. ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കലാശക്കൊട്ട് ഉണ്ടാവുമല്ലോ. പക്ഷേ നമ്മൾ അതിന് കാത്തുനിന്നില്ല. കാരണം ഈ ഗാനമേള തീരുന്നില്ലേനു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. കാരണം രാവിലെ നേരത്തെ എണീച്ച് റെഡിയാണല്ലോ, അതുകൊണ്ടാണ് അവിടുന്ന് നേരത്തെ ഇറങ്ങിയത്. പക്ഷേ പിറ്റേന്ന് ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. ഹലോ, അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിൽ നിന്നും തിരിച്ച് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. സമയം 11:30 കഴിഞ്ഞു. ആടെ പ്രോഗ്രാമൊന്നും കഴിഞ്ഞിട്ടില്ല, പാട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നാളെ കിടന്നു തുടങ്ങിയിട്ട് രാവിലെ കല്യാണത്തിന് പോകണമല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങ് വന്നു. അപ്പം ഇനി നാളെ കാണാം. ഇപ്പം നാളത്തെ വിശേഷങ്ങളുമായി ഞാൻ നാളെ വരുന്നതായിരിക്കും. 2 വീഡിയോ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. കാണുന്നില്ല എൻ്റെ കോലം. തലേന്ന് അവിടുന്ന് കലാശക്കൊട്ടിനൊന്നും നിൽക്കാണ്ട് വേഗം ഓടി വന്നതാ പിറ്റേന്ന് രാവിലെ എണീച്ച് റെഡിയാവാൻ. എന്നിട്ടൊരു മുടി പോലും കെട്ടാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. തലശ്ശേരി ടൗൺ ഹാളിൽ വെച്ചിട്ടേനും കല്യാണം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ബസ്സിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്.
അങ്ങനെ നമ്മൾ അവിടെ എത്തി. വീട്ടിൽ വെച്ചിട്ടാ കല്യാണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് സമയം എടുത്ത് റെഡിയായി നമുക്ക് അവിടെ എത്തിയാൽ മതി. വീട്ടിലെത്താൻ പിന്നെ നമുക്ക് അത്ര വലിയ ദൂരമൊന്നുമില്ലല്ലോ. പക്ഷെ നമുക്ക് ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് ബസ് വിടുന്നതിന് മുന്നേ നമ്മൾ അവിടെ എത്തണം. അങ്ങനെ ഓടിപ്പടഞ്ഞ് ഞാനവിടെ എത്തി. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. ആൾക്കാരെല്ലാം വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ അവിടെ എത്തി. എങ്ങനെയല്ലോ എൻ്റെ മുടി എങ്ങനെയല്ലോ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് മുടിയൊന്ന് കെട്ടായിട്ട് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലേനും. മുടി ഞാൻ എൻ്റെ വീട്ടിലെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഒന്ന് ഓക്കെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലേനും. പക്ഷേങ്കിൽ ഞാനിത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കോലം, ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ വേറൊരു കോലം. എനിക്കൊന്നും തിരിയുന്നില്ല. കാരണം മുടി ശരിയാക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യാനുമില്ല. എൻ്റെ ഒരു ഹെയർ പിൻ പോലും ഇല്ല. ഞാനാണെങ്കിൽ ഒരു ക്രാബ് കൊടുത്തിട്ടാണ് ഓടി വന്നത്. ആ ക്രാബ് ഇട്ട് കെട്ടിയിട്ടാണെങ്കിൽ ഒരു മെനയാവുന്നുമില്ല. ഇനിയൊന്നും ചെയ്യാനില്ല. പിന്നെ ചെക്കൻ്റെ വീട്ടുകാരെത്തി, ചെക്കനെത്തി. ഇനി ബ്രൈഡൽ എൻട്രി കാണാം. അങ്ങനെ കല്യാണം കഴിഞ്ഞു, അവരൊന്നിച്ചു. പിന്നെ ഫോട്ടോഷൂട്ടെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന്. എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചിക്കൻ കറി ഉണ്ടായിരുന്നു. കാരണം ഞാൻ സാമ്പാർ കൂട്ടൂല. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെ അറിയാം, ഞാൻ സാമ്പാർ കൂട്ടൂല. ഞാൻ കല്യാണത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ പപ്പടവും കൂട്ടുകറിയും കൂട്ടിയിട്ടാണ് കഴിക്കുക. അപ്പം ഇന്ന് പപ്പടം ഉണ്ടേനും കൂട്ടുകറി ഉണ്ടേനും അതിൻ്റെ അപ്പുറം ചിക്കൻ കറി ഉണ്ടേനും. അതുകൊണ്ട് ഞാൻ സദ്യ നല്ല ആസ്വദിച്ച് കഴിച്ച്. ഇനി എല്ലാ കല്യാണത്തിനും ചിക്കൻ കറി കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ സദ്യയും കഴിച്ച് പഴം ഉണ്ടേനും, പഴവും തിന്ന്. പിന്നെ ഇവരെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫോട്ടോഷൂട്ടല്ലായിരുന്നു. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോഷൂട്ടും കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ സൈഡിൽ തലയും താത്തി ഇങ്ങനെ ഇരിക്കുന്നു. ആരാ? കല്യാണപ്പെണ്ണിൻ്റെ അനിയത്തി. അപ്പം കല്യാണമെല്ലാം കഴിഞ്ഞു. ചെക്കനും പെണ്ണും ചോറ് തിന്നാൻ പോയി. ഇനി നമ്മൾ ഇങ്ങോട്ട് പോകും. നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നു വിരുന്നിന്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം, ബസ്സൊന്ന് കാണാം. അങ്ങനെ ഭക്ഷണം കഴിച്ച് ചെക്കനും പെണ്ണും ഇറങ്ങി. പിന്നെ അവരെ യാത്രയപ്പ് കാര്യങ്ങളല്ലായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് സമയം നമുക്ക് അത് കാണാം. അല്ല, ഞാൻ കണ്ട്. ഇനി നിങ്ങൾ കുറച്ച് സമയം അത് കാണും. കരയാണ്ട് പിടിച്ചിരിക്കുന്ന കല്യാണ പെണ്ണിൻ്റെ അനിയത്തിനെയും കല്യാണ പെണ്ണിനെയും എല്ലാവരും കൂടെ കരയിപ്പിക്കാൻ നോക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഞാനാണെങ്കിൽ ഇവർ കരിയോ കരിയില്ലയോ നോക്കി ആകാംക്ഷഭരിതയായി വീഡിയോ ഓണാക്കി ഇങ്ങനെ നിൽക്കുന്നതിന്. പക്ഷെ അവർ കരഞ്ഞില്ല. രണ്ടാളും കരഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കല്യാണ പെണ്ണിൻ്റെ മുഖം ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. എന്തായാലും അനിയത്തി കരഞ്ഞിട്ടില്ല. അങ്ങനെ ഹർഷേച്ചിയും ഹർഷേച്ചിൻ്റെ ഭർത്താവും വണ്ടിയിൽ കയറി, താറിൽ കയറി അവർ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പം നമ്മളും തൊട്ട് ബാക്കിൽ ബസ്സിൽ ചെക്കൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പം ഞാനുണ്ടായിരുന്നു, നന്ദു ഉണ്ടായിരുന്നു, രേണുമൂർത്തി ഉണ്ടായിരുന്നു, പ്രിയു ഉണ്ടായിരുന്നു, പിന്നെ ലതമൂർത്തി ഉണ്ടായിരുന്നു, ഏതും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തി. ബസ്സിൽ കിടന്ന് നല്ലൊരു ഉറക്കം എണീച്ചപ്പോഴത്തേക്ക് നമ്മൾ ചെക്കൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിനേനും. ദൂരമുണ്ട്, പക്ഷെ നമുക്ക് ഹൈവേ ഉള്ളതുകൊണ്ട് ഹൈവേ വഴി ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ സ്ഥലത്തെത്തി. ബസ് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ഉള്ളോട്ടേക്ക് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തി. അവിടെ എത്തി കുറച്ച് സമയം ഇരുന്ന് പിന്നെ നമുക്ക് അവർ വെൽക്കം ഡ്രിങ്ക് കൊണ്ടുതന്നു. അങ്ങനെ അതും കുടിച്ച് നമ്മളിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഹർഷേച്ചിൻ്റെ ഹസ്ബൻഡും കൂടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടേനു. നമ്മളിവിടെയെല്ലാം ചെക്കൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാലാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക.
പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സെക്കൻഡ് സാരി ചേഞ്ച് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഓരോ കാസ്റ്റിൻ്റെ റിലീജിയൻ്റെ എല്ലാം ബേസിലാണെന്ന് തോന്നുന്നു. എനിക്ക് കാര്യമായിട്ട് അതിനെ പറ്റി അറിയില്ല. നമുക്ക് ഇവിടെയെല്ലാം കല്യാണ സാരി, അവർ താലി കെട്ടിയ അതേ സാരിയിൽ തന്നെ ചെക്കൻ്റെ വീട്ടിൽ പോയി അവിടെ നമ്മൾ വിരുന്നിന് പോകുമ്പോഴാണ് അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. പിന്നെ നമ്മൾ അവിടെ എത്തി നേരെ ഫുഡ് കഴിക്കാൻ വന്ന്, ഫുഡിന് നമുക്ക് അവിടെ നിന്ന് കഴിക്കാനുള്ളത് കൊഞ്ചൻ റോസ്റ്റും പിന്നെ ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതും കഴിച്ച് ഏതുവാണെങ്കിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു, ഐസ്ക്രീമും തിന്നുന്നുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ബിരിയാണിയും തിന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും കഴിച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അങ്ങനെ അതും തിന്ന് നമ്മൾ പിന്നെ വീട് കാണാൻ വേണ്ടി കയറി. അങ്ങനെ വീടെല്ലാം ഫുള്ള് കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനായിരുന്നു ഫസ്റ്റ് ബസ്സിൽ കയറി തിരിച്ചു വന്നപ്പോൾ. അങ്ങനെ ബസ്സിൽ കയറി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. ഇന്നാണെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയും കൂടിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാവും. ഹൈവേ കഴിയുന്നവരെ കുഴപ്പമില്ല, പിന്നെ ചോനാട് അങ്ങ് കയറി കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും ഉറപ്പേനു. അതുകൊണ്ട് തന്നെ കുറേ സമയം അവിടെ നിന്നിട്ടില്ല. ഫുഡ് കഴിച്ചു, വീട് കണ്ടു, അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. അപ്പം നമ്മൾ ചോനാടെല്ലാം കഴിഞ്ഞ് നമ്മൾ 5-ാം മൈൽ എത്തിയപ്പോഴത്തേക്കും ബ്ലോക്ക് അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ കുറേ സമയത്ത് നീണ്ട ബ്ലോക്കിന് ശേഷം നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്തു. ഞാനാണെങ്കിൽ ഔട്ട്റോ ഒന്നും എടുത്തിട്ടില്ല, ഒരു എൻഡിങ് ഇല്ലാത്തൊരു വീഡിയോ ആയിപ്പോയി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.